കൂലി, അതായത് ലോകേഷ് കനകരാജിൻ്റെ ഏറ്റവും പുതിയ മൂവി കൂലി. ലോകേഷ് കനകരാജും സൂപ്പർ സ്റ്റാർ രജനീകാന്തും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി. അപ്പോൾ നമുക്കെല്ലാവർക്കും സ്വാഭാവികമായിട്ടും വലിയൊരു പ്രതീക്ഷ ഉണ്ടാകുമല്ലോ ആ ചിത്രത്തിനെക്കുറിച്ച്. അങ്ങനെയാണ് നമ്മൾ ചിത്രം തിയേറ്ററിൽ പോയി വെളുപ്പിനെ ഫാൻ ഷോ കണ്ടു. കുഴപ്പമൊന്നും പറയാനില്ല. കൊലപാതകങ്ങളൊക്കെ നമ്മളിതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തരം കൊലപാതകങ്ങളുമൊക്കെയാണ് നടത്തുന്നത്. സൗബിൻ വില്ലനായിട്ട് വരുന്ന ചിത്രം സൗബിന് പരമാവധി സ്പേസ് കൊടുത്തിട്ടുണ്ട്. സൗബിൻ്റെ ഡാൻസ് ഉണ്ട്, സൗബിൻ്റെ കോമഡി ഉണ്ട്, സൗബിൻ്റെ വില്ലത്തരവുമുണ്ട്. സൗബിൻ കുഴപ്പമില്ല. പിന്നെ രണ്ടാമത് ഒരു വില്ലനായിട്ട് വന്നിരിക്കുന്ന ആൾ നമ്മുടെ നാഗാർജുനയാണ്. നമ്മൾ വർഷങ്ങളായി നല്ലവനായി കണ്ട് ശീലിച്ച നാഗാർജുനയെ ഒരിക്കലും നമുക്ക് വില്ലനായിട്ട് അംഗീകരിക്കാൻ ഒക്കത്തില്ല. നാഗാർജുനയുടെ വില്ലൻ റോളുണ്ട്, ഒട്ടും ശരിയായിട്ടില്ല. പുള്ളി അതിനകത്ത് ആ റോളിന് പുള്ളി പറ്റത്തേയില്ല. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വലിയ ഹൈപ്പൊന്നുമില്ല. ഈ ജയിലറിനകത്തൊക്കെ ഉണ്ടല്ലോ ഓരോ സീനുകൾ എന്ന് പറഞ്ഞുള്ള ഒരു പ്രത്യേകതയുള്ള സീനൊന്നും തന്നെ ഇല്ല അദ്ദേഹത്തിന്. അദ്ദേഹം വരുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ഇതിൻ്റെ പോരാഴിക എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ കഥയും തിരക്കഥയൊക്കെ വളരെ ബോറ്. ഏറ്റവും ഇതിനകത്ത് എടുത്തു പറയേണ്ടത് അനിരുദ്ധൻ്റെ സംഗീതമാണ്. നല്ല BGM. അനിരുദ്ധ് ഓരോരുത്തർക്കും ഓരോ പടത്തിനും പ്രത്യേകം കൊടുക്കുന്ന ഒരു BGM. ഇതിനും കുഴപ്പമില്ല. ഈ സിനിമയെ നിലനിർത്തുന്നത് തന്നെ അനിരുദ്ധിൻ്റെ BGM ആണ്. പിന്നെ രജനീകാന്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ രജനീകാന്തിന് ആ ഒരു ജയിലർക്കകത്ത് വന്നപ്പോൾ കുറേ സീനുകളൊക്കെ ഉണ്ടല്ലോ. കോപം വരുന്ന സീന്, വാളെടുത്ത് വീശുന്നത്, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ജയിലിൽ നമുക്ക് ഭയങ്കര ആകർഷകമായിരുന്നു. പക്ഷെ ഇതിനകത്ത് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. സാധാരണ ലോകേഷാണെങ്കിൽ തന്നെ വളരെ ശക്തമായ രീതിയിലാണ് ഓരോ രംഗങ്ങൾ കൊണ്ടുപോകേണ്ടത്. അങ്ങനെ നമ്മൾ കണ്ടിരിക്കുന്നത്. ലോകേഷിൻ്റെ ചിത്രങ്ങളിലെ ഇൻ്റർവ്യൂലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയായിരിക്കും. പക്ഷെ ഇതിനകത്ത് ഇൻ്റർവ്യൂലൊന്നും ഒരു പ്രത്യേകതയില്ല. സാധാരണ രീതി പടമങ്ങ് പോകുന്നു, ഇടവേളയാകുന്നു, ഇടവേള കഴിയുന്നു, 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വന്ന് കാണുന്നു. 2.5 മണിക്കൂറുണ്ട് ഒരു സിനിമയാണിത്. നമ്മൾ വീണ്ടും വന്നിരുന്ന് കാണുകയാണ്. ഒരു ശരാശരി അങ്ങ് പോകുന്നു. ലോകേഷിൻ്റെ ചിത്രങ്ങൾ സാധാരണ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം തീയായിരിക്കും. ഇതിനകത്ത് തീയൊന്നുമില്ല, തീ പോയിട്ട് പുകയുന്ന പോലും ഇല്ല. ഒരു ശരാശരിയിൽ അങ്ങ് പോകുന്നു, അതേ ഉള്ളൂ. പിന്നെ കണ്ടവാനും ലാഗടിപ്പിക്കുന്നില്ല. ഈ രജനീകാന്തിൻ്റെ കഴിഞ്ഞ പടങ്ങളായ വേട്ടയ്യൻ, അതുപോലെ തന്നെ കുറേ പടങ്ങളുണ്ടല്ലോ, അണ്ണാത്ത്, ഇങ്ങനെ കുറേ പടങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ചവറ് പടമൊന്നും അല്ല കേട്ടോ. ഇത് പടം അവരുടെ നല്ല പടം തന്നെയാണ്. ലോകേഷിൻ്റെ അടുത്ത് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഹൈപ്പ് കിട്ടിയില്ല. നമുക്കൊരു ഇത് കിട്ടുമല്ലോ പടം കാണുമ്പോൾ. സാധാരണ ഈ ജയിലിൽ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇത് എന്താണെന്ന് പറഞ്ഞറിയാൻ മേലാത്ത ഒരു ഇതുണ്ട്. അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ലോകേഷും രജനീകാന്തും ഒന്നിക്കുന്ന ചിത്രം എന്നൊരു ഇതുണ്ട്. പിന്നെ സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്നു, അതിനകത്ത് മ്യൂസിക്, ഇങ്ങനെയൊക്കെ ഒത്തിരി പേരിൽ ഒത്തിരി ഹൈപ്പിലാണ് ഈ പടം ഇറങ്ങിയിരിക്കുന്നത്. നമ്മളത് ഭയങ്കര ജനമാണ്. ജനങ്ങൾക്കെല്ലാം ഭയങ്കര ഉത്സവമായിട്ടാണ് പോയത്. വെളുപ്പിനെ 6 മണിയുടെ ഷോയൊക്കെ കാണുമ്പോൾ എല്ലാം ഭയങ്കര ആഘോഷമായിട്ടാണ് പോകുന്നത്. പിന്നെ എനിക്ക് വില്ലൻ, നാഗാർജുന വില്ലൻ റോള് എനിക്ക് ശകലം പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എപ്പോഴും വെറുപ്പിക്കുന്ന ഒരു നടിയാണ് ശ്രുതി ഹാസൻ. അവരിതിനകത്ത് വലിയ വെറുപ്പിയിരുന്നുമില്ല, ഒരു ആവറേജിലൊക്കെ അഭിനയിച്ച് പോയിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ പഴയകാലത്തെ ഒരു കോമഡി ആർട്ടിസ്റ്റ് ഉണ്ട്, ചാർലി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇതിനകത്തുണ്ട്. മുഴുനീള ബോട്ടിൽ കൈവച്ച് മദ്യപിച്ചുകൊണ്ടേയിരിക്കും അങ്ങേര് റോൾ അങ്ങനെയാണ്. എപ്പോൾ നോക്കിയാലും അങ്ങേര് കുടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അങ്ങേര് കുറേ വെറുപ്പിയിലൊക്കെ നടത്തി. പിന്നെ ലാസ്റ്റ് ഈ ഹെലികോപ്റ്ററെ കൊണ്ട് നൂലെ കെട്ടി ഇറക്കിയ ഒരാളുണ്ട്. തെന്നാ മാങ്ങാത്തിലേക്ക് വേണ്ടിയാണോ അങ്ങേരെയൊക്കെ കൊണ്ടുവന്നത് എനിക്ക് ആലോചിച്ചിട്ടൊരു പിടിയില്ല. ഇതെന്തിനാ ലോകേഷ് ഇങ്ങനത്തെ പണിയെ കാണിക്കുന്നത്? വേറെ ആരല്ല, നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ മസിൽമാൻ. പുള്ളിയൊക്കെ എന്തിനു കൊണ്ടുവന്നു? ആമീർ ഖാൻ്റെ ഒരു വരവുണ്ട്, ശരിക്കും ഒരു കോമഡി പീസ്. അത് നൂലെ കെട്ടി ഇറക്കി കുറേ പട്ടികളുടെയൊക്കെ അകമ്പടിയോടെ ഹെലികോപ്റ്ററിലാണ് ഇങ്ങോട്ട് വരവ്. വന്നിട്ട് പുള്ളി 2 പൊട്ട ചിരിയും ഒരു വീഡിയോയിലൊക്കെ ആയിട്ട്. പുള്ളിയൊക്കെ എന്നത്തിന് കൊണ്ടുവന്നതാണോ? പുള്ളിയുടെ ഒന്നും ഒരു കാര്യവും ഈ പടത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിൻ്റെ കഥ എന്താ? കഥയില്ല. ഈ പടം കണ്ടു, നമ്മളിപ്പോൾ കൂലി കണ്ടു, അതിൻ്റെ ഒരു കഥ എന്താണ്, അതിൻ്റെ ഒരു മെയിൻ ഭാഗം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ എനിക്കൊരു വാക്കില്ല കേട്ടോ. എന്താണ് ഇതിൻ്റെ നല്ല ഭാഗമെന്ന് എനിക്കറിയത്തില്ല. ഏതോ കാലത്ത് എവിടെയോ കുറേ കൂലിപ്പണി ചെയ്തിരുന്ന കുറേ ആൾക്കാർ, അവരുടെ നേതാവായിട്ടാണ് ഈ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വരുന്നത്. പിന്നെ കുറേ ജയിലും കുറേ തൊഴിലാളികളെ നാട് കടത്തുന്നതും വഴി കപ്പലിൽ വെച്ച് കൊന്നു കളയുന്നതൊക്കെ ഫ്ലാഷ് ബാക്കിലൂടെ വരുന്നുണ്ട്. ലീലയ്ക്കകത്ത് കണ്ടവാനും ഫ്ലാഷ് ബാക്ക് ഉണ്ടായി.
ഫ്ലാഷ് ബാക്ക് ഉണ്ടായതുകൊണ്ടാണ് ഈ പടം നശിച്ചു പോയതെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടായിരിക്കാം ഇത്തവണ ലോകേഷ് കാര്യം ചെയ്തിട്ടുണ്ട്. അധികം ഫ്ലാഷ് ബാക്കൊന്നും ഇട്ടിട്ടില്ല. ഫ്ലാഷ് ബാക്ക് ചെറിയ രീതിയിൽ കൊടുത്തു. പിന്നെ എടുത്തു പറയത്തക്ക നല്ലൊരു കഥാപാത്രം സത്യരാജാണ്. കുറ്റം പറയാനത്തില്ല, പുള്ളിയുടെ റോൾ നല്ലതായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. സത്യരാജ് നല്ലതാണ്, രജനീകാന്തിൻ്റെ അടുത്ത സുഹൃത്താണ്. പൊതുവേ മ്യൂസിക്കും നല്ല മ്യൂസിക്കുണ്ട്, നല്ല പാട്ടൊന്നും അത്ര വലിയ ഗെയിമൊന്നുമില്ല, കാണാം എന്നല്ലാതെ അത്ര വലിയ നമുക്ക് ഈ പറയത്തക്ക മെച്ചമൊന്നുമില്ല. ഒരു പ്രാവശ്യം കാണാനുണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ. എന്ത് പറഞ്ഞാലും ഭയങ്കര ആളാണ്, എല്ലാ ജനങ്ങളും വന്ന് ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഞാനും പോയി കണ്ടു. എനിക്കങ്ങനെ ഒരു ഫീലൊന്നും തോന്നിയില്ല പടം. നിങ്ങളെല്ലാവരും കണ്ടു നോക്ക്, എല്ലാവരുടെ അഭിപ്രായം കമൻറ്റിലിട്. ഞാനവിടെ കൂടിയിരുന്ന ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു നിങ്ങളുടെയൊക്കെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന്. ആരും തന്നെ ഒരു നല്ല മെച്ചമായൊരു അഭിപ്രായം പറഞ്ഞില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാം യുവാക്കളായിരുന്നു. ഇതിൽ പകുതി മുക്കാലും പേർക്കും പടത്തിനോട് അത്ര വലിയ അഭിപ്രായം ഇല്ല. എല്ലാവരും മോശമെന്ന് പറയുന്നില്ലെങ്കിൽ പോലും അനിരുദ്ധിൻ്റെ മ്യൂസിക് ഒഴിച്ച് ബാക്കിയൊന്നും പോരെന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിൽ പറയൂ കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ എനിക്ക് തുടർന്നും റിവ്യൂകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമസ്കാരം.